വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. അനുഗ്രഹിക്കപ്പെട്ട ഈ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കർത്താവിൽ പ്രിയ ദൈവജനമേ, കാൽവറിയിലേക്കുള്ള ഒരു തീർത്ഥയാത്രയ്ക്കുള്ള പ്രയാണത്തിൽ നമുക്ക് പങ്കുചേരാം. വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ നമ്മുടെ ആദ്യ മാതാപിതാക്കൾ വീണുപോയ, അകപ്പെട്ടുപോയ ആദ്യത്തെ പാപത്തെക്കുറിച്ച് നാം ആഴമായി ചിന്തിക്കുമ്പോൾ അവരുടെ വീഴ്ച എവിടെയെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ ദൈവം അവരെ ഏദെൻ തോട്ടത്തിലാക്കി അവർക്ക് ഭക്ഷിപ്പാൻ സ്വാതന്ത്ര്യം നൽകി. എന്നാൽ ഒരു വൃക്ഷത്തിൻ്റെ ഫലം തിന്നുന്നതിൽ നിന്ന് ഒരു വിലക്ക് ദൈവം അവർക്ക് ഏർപ്പെടുത്തിയിരുന്നു. നിർഭാഗ്യവശാൽ സാത്താൻ്റെ പ്രവണതയിൽ, സാത്താൻ്റെ പരീക്ഷയിൽ അകപ്പെട്ട് ആ വൃക്ഷത്തിൻ്റെ ഫലം അവർ തിന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ മനുഷ്യൻ ദൈവത്തെ പോലെ ആകുവാൻ ആ വൃക്ഷത്തിൻ്റെ ഫലം പറിച്ച് തിന്നതിന് ശേഷം ദൈവം അവരുടെ മുൻപേ പ്രത്യക്ഷപ്പെട്ടപ്പോൾ, ആദാമേ ആദാമേ നീ എവിടെയെന്ന് വിളിച്ചപ്പോൾ ദൈവം ആദാമിനോട് ചോദിക്കുകയാണ്, തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന് ചോദിച്ചതിന് ആദാമിൻ്റെ ഉത്തരം, എന്നോട് കൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷത്തിൻ്റെ ഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. ദൈവം സ്ത്രീയോട് ചോദിച്ചപ്പോൾ സ്ത്രീയുടെ ഉത്തരവും ഏതാണ്ട് അതുപോലെയായിരുന്നു. നീ ഇവിടെ വസിപ്പാൻ ഇവിടെ ആക്കിയിരിക്കുന്ന പാമ്പ് എന്നെ വഞ്ചിച്ചു എന്ന് പറയുകയുണ്ടായി. കർത്താവിൽ പ്രിയ ദൈവജനമേ, ഈ പ്രപഞ്ചത്തിൻ്റെ പ്രാരംഭം മുതൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മനുഷ്യൻ തൻ്റെ സ്വന്തം തെറ്റിനെ മറയ്ക്കുവാൻ വേണ്ടി, തൻ്റെ സ്വന്തം തെറ്റിനെ ന്യായീകരിക്കുവാൻ വേണ്ടി മറ്റുള്ളവരുടെ മേൽ പഴിചാരുന്ന ഒരു പ്രവണതയാണ്. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത്, നമ്മുടെ സ്വന്തം തെറ്റിനെയും പാപത്തെയും ഭോഷ്കിനെയും ദുഷ്ടതയും എത്രയെല്ലാം നാം ന്യായീകരിച്ചാലും, അതിൻ്റെ കാരണങ്ങളെ എത്രമേൽ മറ്റുള്ളവരുടെ മേൽ പഴിചാരിയാലും ദൈവത്തിൻ്റെ ന്യായസന്നിധിയിൽ നമുക്ക് നിരപ്പ് ലഭിക്കുകയില്ല, ക്ഷമ ലഭിക്കുകയില്ല എന്നുള്ളതാണ്. യോനായുടെ ചരിത്രം നാം പഠിക്കുമ്പോൾ കർത്താവിൽ പ്രിയരെ, ദൈവത്തിൻ്റെ വിളി കേട്ട് നിനവേലേക്ക് പോകേണ്ടിരുന്ന യോന തർശീസിലേക്കുള്ള കപ്പലിൽ കയറിയപ്പോൾ കാറ്റും കോളും ഒക്കെ ഉണ്ടായി. കപ്പൽ ആടി ഉലഞ്ഞപ്പോൾ കപ്പലിലുള്ളവർ ചീട്ടിട്ടപ്പോൾ അതിൻ്റെ കാരണക്കാരൻ യോന എന്ന് തെളിഞ്ഞപ്പോൾ യോനയെ അവർ കണ്ടപ്പോൾ അവൻ കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടന്ന് ഗാഢനിദ്രയിലായിരുന്നു. അല്ലയോ നീ മുഖാന്തരമോ ഇത് സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ, ഞാൻ മുഖാന്തരം തന്നെ ഈ കഷ്ടപ്പാടും ഈ പ്രതിസന്ധിയും ഈ പ്രതികൂല സാഹചര്യവും എന്നെ എടുത്ത് സമുദ്രത്തിലിടുക, അപ്പോൾ കടൽ ശാന്തമാകുമെന്ന് യോന പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നമ്മിൽ എത്ര പേർ ഈ പ്രശ്നം, ഈ പ്രതിസന്ധി ഞാൻ ഒരുത്തൻ നിമിത്തമാണ്, എന്നെ ശിക്ഷിക്കുക, അപ്പോൾ സകലവും ശാന്തമാവും എന്ന് പഴി, കുറ്റം നമ്മുടെ സ്വന്തം മേൽ നാം ഏൽക്കാറുണ്ടോ? എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, മറ്റുള്ളവരുടെ മേൽ പഴി ചാർത്തുന്ന പ്രവണത നമ്മിൽ നിന്ന് മാറ്റുന്നത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ മാതാപിതാക്കന്മാർക്ക് തെറ്റുപറ്റിയത് അവിടെയാണ്.
ആദാം സ്ത്രീയെ പഴിചാരിയപ്പോൾ സ്ത്രീ പാമ്പിനെ പഴിചാരിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അനന്തരം ഈ ലോകത്തിലേക്ക് പാപം കടന്നു വന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവിൽ പ്രിയ ദൈവജനമേ, ലോകത്തിൽ പാപം കടന്നു വന്നപ്പോൾ പാപ അവസ്ഥയിൽ ദൈവം ഈ ലോകത്തെയും അതിൽ വസിച്ചിരുന്ന ആദാമിനെയും ഹവ്വയെയും വിട്ടതായിട്ട് വേദപുസ്തകം പറയുന്നില്ല. വിശുദ്ധ വേദപുസ്തകം ഉൽപ്പത്തി 3:15 നാം പഠിക്കുമ്പോൾ ആദ്യത്തെ വാഗ്ദത്ത പുത്രനെക്കുറിച്ചുള്ള പ്രവചനം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് വായിക്കാം. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. നിന്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. ഇതെവിടെ, ഇതാരെക്കുറിച്ച് പറയുന്നു എന്ന് നാം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. വരുവാനുള്ള ഒരു രക്ഷിതാവിനെക്കുറിച്ച് ഇവിടെ പറയുന്നുവെന്നും. കർത്താവിൽ പ്രിയ ദൈവജനമേ, ഈ വിശുദ്ധ വേദപുസ്തകം നാം പരിശോധിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രാരംഭം മുതൽ അവസാനം വരെയും ഒരു രക്ഷിതാവിനെക്കുറിച്ച് കാണുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ വേദപുസ്തകം ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള പുസ്തകം നാം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എ സേവിയർ ഈസ് ഗോയിങ് ടു കം, വരുവാനുള്ള ഒരു രക്ഷിതാവിനെക്കുറിച്ചാണ്. മത്തായി മുതൽ യോഹന്നാൻ വരെയുള്ള സുവിശേഷ പുസ്തകം നാം പഠിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത് ദാറ്റ് സേവിയർ ഹാസ് കം, ആ രക്ഷിതാവ് വന്നിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി മുതൽ വെളിപ്പാട് വരെയുള്ള വിശുദ്ധ വേദപുസ്തകത്തിലെ പുസ്തകങ്ങൾ നാം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദ സെയിം സേവിയർ വിൽ കം അഗെയിൻ, ആ രക്ഷിതാവ് വീണ്ടും വരും. അങ്ങനെ വരുവാനുള്ളതും വന്നതും വീണ്ടും വരുവാനുള്ളതുമായ ഒരു രക്ഷിതാവിനെക്കുറിച്ചാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. കാൽവറിയിലേക്കുള്ള തീർത്ഥയാത്രയിൽ ഇന്ന് കാലത്തിൻ്റെ സമ്പൂർണ്ണത എത്തിയപ്പോൾ വന്ന ആ രക്ഷിതാവിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വന്നപ്പോൾ ഭൂമിയുടെ അവസ്ഥ എന്തായിരുന്നു? ജാതികൾ അവർ ആശ്രയിച്ച ദൈവത്തിലും അവർക്ക് അവിശ്വാസം തോന്നി. ചില ദൈവപുരുഷന്മാർ ഒരു രക്ഷിതാവിനെ പ്രതീക്ഷിച്ചു. യഹൂദരുടെ ഇടയിൽ ഒരു ആശയക്കുഴപ്പമുണ്ടായി. അങ്ങനെ എന്തും കൊണ്ടും ഒരു പ്രതിസന്ധിയുടെ നടുവിൽ ലോകം നീങ്ങിയപ്പോൾ ആയിരുന്നു കർത്താവിൻ്റെ ഈ ഭൂമിയിലേക്കുള്ള വരവ്. വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ കർത്താവിൽ പ്രിയ ദൈവജനമേ, ഗലാത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം സൂക്ഷ്മതയോടുകൂടി നാം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് പൗലോസ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ള വിധമാണ്. സമയത്തിൻ്റെ ഒരു അവസ്ഥയാണ്. ഗലാത്യർ 4:4-5 പറയുന്നത്, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിൻ കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചത് അവൻ ന്യായപ്രമാണത്തിൻ കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ടുള്ള നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. ദൈവത്തിന് സ്തോത്രം. കാലസമ്പൂർണത വന്നപ്പോൾ പിതാവായ ദൈവം തൻ്റെ
പുത്രനെ സ്ത്രീയിൽ നിന്നു ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചു. കാലം അതിൻ്റെ സമ്പൂർണതയിലെത്തിയപ്പോൾ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വന്നു. കർത്താവിൻ്റെ വരവിന് ഒരു കാലദൈർഘ്യമുണ്ട്. ചരിത്രം അതിൻ്റെ നിവൃത്തിയിലേക്ക് എത്തിയപ്പോൾ, പ്രവചനം അതിൻ്റെ നിവൃത്തിയിലേക്ക് എത്തിയപ്പോൾ കർത്താവ് ഈ ഭൂമിയിൽ കടന്നു വന്നു. എന്തിന് ദൈവം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു? എന്തിന് ദൈവം തൻ്റെ സ്വന്തം പുത്രനെ നമ്മുടെ മധ്യേ അയച്ചു എന്ന് നാം പഠിക്കുമ്പോൾ, അതേ പുസ്തകം തന്നെ അതിൻ്റെ 1:3 നാം കാണുവാൻ സാധിക്കുന്നത്. ഗലാത്യർ 1:3, പിതാവായ ദൈവത്തിങ്കൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്നും നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ടു സേവ് us from this present evil days. ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്നും എന്നെയും നിങ്ങളെയും വീണ്ടെടുപ്പാനായി ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആദ്യത്തെ ഗമനത്തിൻ്റെ ഉദ്ദേശം. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് സ്തോത്രം. എത്ര പേർ ദൈവത്തെ സ്തുതിക്കുന്നു? ഈ ദുഷ്ടലോകത്തിൽ നിന്നും എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുവാൻ, നമ്മുടെ പൂർവ്വപിതാക്കന്മാർ മാതാപിതാക്കളായിരുന്ന ആ അവസ്ഥയിലേക്ക് ആക്കി തീർക്കുവാൻ ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ഒരു പദ്ധതി എത്ര മനോഹരമാണ്. കർത്താവിൽ പ്രിയ ദൈവജനമേ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം അതുതന്നെയാണ്. വിശുദ്ധ വേദപുസ്തകം നാം വീണ്ടും പഠിക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ എഴുതിയ പുസ്തകം അതിൻ്റെ 42-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 4 വരെയുള്ള വാക്യം പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ലക്ഷ്യം, ഉദ്ദേശം ഒന്നുകൂടെ യെശയ്യാ പ്രവാചകൻ അവിടെ വിവരിച്ചിട്ടുണ്ട്. അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും, അവൻ നിലവിളിക്കയില്ല, ഒച്ചയുണ്ടാക്കിയില്ല, തെരുവീതിയിൽ തൻ്റെ ശബ്ദം കേൾപ്പിക്കുകയുമില്ല, ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തുകയുമില്ല. അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും, ഭൂമിയിൽ ന്യായം സ്ഥാപിക്കും വരെ അവൻ തളരുകയില്ല, അധൈര്യപ്പെടുകയില്ല. അവൻ്റെ ഉപദേശത്തിനായി ദ്വീപുകൾ കാത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ജാതികളോട് ന്യായം പ്രസ്താവിക്കും. ദൈവത്തിന് സ്തോത്രം. ഭൂമിയിൽ ന്യായം പ്രസ്താവിക്കുന്നത് വരെയും അവൻ തളരുകയില്ല. എത്ര മനോഹരമായാണ് ഇവിടെ യെശയ്യാ പ്രവാചകൻ യേശുക്രിസ്തുവിനെ കുറിച്ച് വർണ്ണിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ എഴുതിയ യെശയ്യാ പ്രവചന പുസ്തകം മൊത്തം പഠിക്കുമ്പോൾ പഴയ നിയമത്തിലെ പുതിയ നിയമമായിട്ടാണ് എനിക്കതിനെ കാണുവാൻ സാധിക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ അവിടെ വർണ്ണിക്കുന്നത്. ആ യെശയ്യാവ് തന്നെ താൻ എഴുതിയ പ്രവചന പുസ്തകം 61-1 മുതൽ 3 വരെയുള്ള ഭാഗങ്ങളിൽ കർത്താവ് വന്നതിൻ്റെ ഉദ്ദേശം ഒന്നുകൂടി എടുത്ത് പറയുന്നുണ്ട്. അവിടെ പറയുന്നത്, എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബന്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും യഹോവയുടെ പ്രസാദവർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പിക്കുവാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദതാലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ
എന്നെ അയച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് ഈ സന്ദേശം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിങ്ങളിൽ എത്ര പേർ ഹൃദയം തകർന്നവരുണ്ട്? ശാരീരികമായും മാനസികമായും മനസ്സിൽ മുറിവുള്ളവർ എത്ര പേരുണ്ട്? എത്ര പേർ ദുഃഖിതരുണ്ട്? തങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, തങ്ങളുടെ ജീവിത അവസ്ഥയെക്കുറിച്ച് ദുഃഖിക്കുന്നവർ എത്ര പേരുണ്ട്? ദൈവത്തിൻ്റെ വചനം വളരെ വളരെ വ്യക്തമായിട്ട് പറയുന്നത്, എന്നോടും നിങ്ങളോടും സദ്വർത്തമാനം അറിയിപ്പാൻ. He came to proclaim the gospel. സദ്വർത്തമാനം അറിയിക്കാൻ, നല്ല വർത്തമാനം അറിയിപ്പാൻ അവൻ ഇവിടെ കടന്നു വന്നിരിക്കുന്നു, നമ്മെ ആശ്വസിപ്പിപ്പാൻ. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, നാം ഇന്ന് ലോകത്തെ നോക്കുമ്പോൾ ഇതിൻ്റെ പ്രയാണം എങ്ങോട്ട്, ഇതിൻ്റെ പോക്ക് എങ്ങോട്ട്? ജാതികളോടും വംശത്തോടും രാജ്യത്തോടും എതിർത്ത് മത്സരിച്ച് യുദ്ധം ചെയ്ത് ഒരു ലക്ഷ്യമില്ലാതെ പോകുമ്പോൾ എൻ്റെയും നിങ്ങളുടെ അവസ്ഥ എവിടെ, ലോകത്തിൻ്റെ പോക്കെവിടെ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു തൻ്റെ വരവിനെക്കുറിച്ച് പഴയ നിയമത്തിലും വളരെ വ്യക്തമായിട്ട് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ദാനിയേലിൻ്റെ പ്രവചന പുസ്തകം 2-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ രാജാവ് ആ വലിയ സ്വപ്നം കണ്ടു, ഒരു ബിംബത്തിൻ്റെ സ്വപ്നം. അത് ദാനിയേൽ തന്നോട് വർണ്ണിക്കുമ്പോൾ ആ ബിംബത്തിൻ്റെ തല ബാബിലോണിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ദാനിയേൽ അതിൻ്റെ അർത്ഥം വർണ്ണിച്ചു കൊടുത്തപ്പോൾ നെബൂഖദ്നേസർ രാജാവ് അഹങ്കരിക്കുക മാത്രമല്ല, അതുപോലെ ഒരു ബിംബം പണിതതായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ആ ബിംബം അതിൻ്റെ അർത്ഥം കൊണ്ട് മാത്രം പ്രവചനം അവിടെ അവസാനിക്കുന്നില്ല. ദാനിയേൽ 2:44 നാം പഠിക്കുമ്പോൾ വരുവാനുള്ള ഒരു രക്ഷിതാവിനെക്കുറിച്ച്, അല്ലെ വീണ്ടും വരുന്ന ഒരു രക്ഷിതാവിനെക്കുറിച്ച് അവിടെ നമ്മെ വീണ്ടും ദൈവം ഓർമ്മിപ്പിക്കുന്നു. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യങ്ങളെയൊക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. വരുവാനുള്ള ഒരു രാജ്യത്തെക്കുറിച്ച്, ഈ രാജ്യം, ഈ ഭൂമിയിലുള്ള രാജ്യങ്ങൾ എത്ര ശക്തരായിരുന്നാലും, എത്ര അണുബോംബ് നിർമ്മിക്കുന്ന കേന്ദ്രങ്ങൾ പണിതുയർത്താലും, എത്ര യുദ്ധത്തിന് ശേഷിയുള്ളവരായിരുന്നാലും, ഇതെല്ലാം തകർക്കപ്പെടുന്ന ഒരു നാൾ വരും. യുഗായുഗങ്ങൾ നിത്യതയിൽ വാഴുന്ന ഒരു രാജ്യവും അത് ഭരിപ്പാൻ ഒരു രാജാവും കടന്നു വരുന്ന ഒരു സദ്വർത്തമാനമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പത്രോസ് വരുവാനുള്ള രക്ഷിതാവിനെക്കുറിച്ച് പഴയ നിയമത്തിൽ പറഞ്ഞത് ഒന്ന് എടുത്തു പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 3:21 വാക്യത്തിൽ അവിടെ നാം വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, ദൈവം ലോകാരംഭം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താക്കുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. 22 വാക്യത്തിൽ,
ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ച് തരും എന്ന് ലോകാരംഭം മുതൽ വിശുദ്ധ പ്രവാചകന്മാർ മുഖേന മലാക്കി, യെശയ്യാവ്, യെരമ്യാവ്, മീഖ എന്നീ പ്രവാചകന്മാർ മുഖാന്തരം ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഒരു വാഗ്ദാനമാണ് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച്. കർത്താവിൽ പ്രിയ ദൈവജനമേ, നാം പാപിയായിരുന്നപ്പോൾ തന്നെ നമുക്ക് വേണ്ടി കർത്താവ് മരിക്കണം എന്ന് സ്വർഗസന്നിധിയിൽ ഒരു ദൃഢനിശ്ചയം എടുത്തു. കാലം അതിൻ്റെ സമ്പൂർണതയിലേക്ക് എത്തിയപ്പോൾ പിതാവായ ദൈവം തൻ്റെ ഓമനപുത്രനെ നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് അയച്ചു. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം ബാല്യം മുതൽ നാം കേട്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു വാക്യം. അവിടെ പറയുന്നത്, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം. ഒരു മകനെ അവൾ പ്രസവിക്കും, തൻ്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ തക്കവണ്ണം. കർത്താവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം അതായിരുന്നു. പാപങ്ങളിൽ നിന്നും എന്നെയും നിങ്ങളെയും രക്ഷിപ്പാൻ, പാപ അവസ്ഥയിൽ നിന്ന് വീണ്ടെടുപ്പിൻ്റെ ഒരു അനുഭവത്തിലേക്ക് ആക്കി തീർപ്പാൻ ഈ കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട്, രക്ഷകനായിട്ട് സ്വീകരിപ്പാൻ നമ്മൾ എത്ര പേർ വാഞ്ചയോടിരിക്കുന്നു. കർത്താവിൽ പ്രിയ ദൈവജനമേ, ആദാമും ഹവ്വായും പാപം ചെയ്തെങ്കിൽ എന്നെയും നിങ്ങളെയും ദൈവം അനാഥമാക്കിയിട്ടില്ല. ഒരുവൻ മുഖേന ഈ ലോകത്തിൽ പാപം കടന്നു വന്നെങ്കിൽ ഒരുവൻ മുഖേന അതിനൊരു പ്രായശ്ചിത്തവുമുണ്ട്. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി, അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. നാം ആരും നശിച്ചു പോകരുത്, നിത്യ മരണ പൊയ്കയിൽ വീഴരുത്, മറിച്ച് നിത്യ ജീവനിലേക്ക് പ്രവേശിക്കണം. അതിനുവേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി നൽകിയത്. ആ യേശു ക്രിസ്തുവിൻ്റെ വരവിൽ എത്ര പേർക്ക് സന്തോഷമുണ്ട്. ആ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ എത്ര പേർ നിങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കിയിട്ടുണ്ട്. കർത്താവിൽ പ്രിയ ദൈവജനമേ, ആ യേശു ക്രിസ്തുവിനെ നമ്മുടെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് വീണ്ടെടുപ്പിന് വേണ്ടി അവൻ നമുക്ക് വേണ്ടി നൽകിയ ആ യാഗത്തിന് നമ്മെ തന്നെ അവന് വേണ്ടി സമർപ്പിപ്പാൻ ഇന്ന് ഈ സമയം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, കർത്താവേ, അടിയങ്ങൾ പാപികളായിരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ വീണ്ടെടുപ്പിനായിട്ട് അങ്ങയുടെ മകനെ ഞങ്ങൾക്ക് വേണ്ടി അയച്ച കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ തൻ്റെ സ്വന്തം രക്തത്തെ കാൽവറി ക്രൂശിൽ ചീന്തിയത് ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അടിയങ്ങൾ പാപികളാണ്, ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണം. കർത്താവേ, ഞങ്ങളെ ആശ്വസിപ്പിക്കണം. ശേഷമുള്ള നാൾ അങ്ങയ്ക്ക് വേണ്ടി അങ്ങയ്ക്ക് മാത്രം ജീവിക്കുവാൻ അടിയങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമെന്ന് യേശു ക്രിസ്തു മുഖേന അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കുമാറാണമേ. ആമേൻ.